program and you see a mentalist performing there. The mentalist called anybody in random from the audience and asked them to think about a personal information. Now, the mentalist അവരുടെ ഐസിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ഒരു ഇൻഫർമേഷൻ റിവീൽ ചെയ്യണം. അപ്പം ഈ കാണുന്ന ഓഡിയൻസിനും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്പെക്ടേറ്റേഴ്സിനൊക്കെ വലിയൊരു കൺഫ്യൂഷൻ വരാണ്. ഇതെങ്ങനെയാണ് ഇവർ ചെയ്തത്? എന്താണിത്? ഇത് മൈൻഡ് റീഡിംഗ് ആണോ, അല്ലെങ്കിൽ മാജിക് ആണോ, ഇതൊരു ആർട്ട് ഫോം ആണോ, ഇതിലെന്തെങ്കിലും മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യുന്നത്, സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. സോ ഡോണ്ട് വറി, ഐ ആം ഹിയർ. I'm Ashwat Chajit and I'm a mentalist. നിങ്ങൾ എല്ലാവരുടെയും മെന്റലിസം റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ്. ഡാൻസും മ്യൂസിക്കും പോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. ഒരു മാജിക്കൽ പവേഴ്സോ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഒന്നും മെന്റലിസ്റ്റുകൾക്കില്ല. ഒരാളുടെ മൈൻഡും ഒരാൾക്കും റീഡ് ചെയ്യാൻ പറ്റില്ല. മെന്റലിസ്റ്റ് എന്നല്ല, ഒരാൾക്കും ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മെന്റലിസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവാം? വളരെ സിമ്പിളാണ്. മെന്റലിസ്റ്റ് ഒരു പെർഫോമറാണ്. ഓക്കെ, മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം മാത്രമാണ്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. സോ മെന്റലിസംനകത്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് മാജിക്കും സൈക്കോളജിക്കൽ എലമെന്റ്സ് വെച്ചിട്ട് ഒരു ഇല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യുന്നത്. ഇൻഫാക്ട് വി ആർ നോട്ട് റീഡിങ് യുവർ മൈൻഡ്, വി ആർ ക്രിയേറ്റിംഗ് എൻ ഇല്യൂഷൻ ഓഫ് റീഡിങ് യുവർ മൈൻഡ്. സോ ഇത് കാണുന്ന ഓഡിയൻസ് എന്റർടൈൻ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. സോ നമ്മളെല്ലാവരും പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജിൽ പറയുന്നതാണ് വി ഡു നോട്ട് ഹാവ് എനി സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ്, ഇറ്റ്സ് എ പ്യുവർ ഫോം ഓഫ് ആർട്ട് എന്ന് ക്ലിയറായി പറയാറുണ്ട്. സോ ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാണ്ടിരിക്കാനാണ് ഈ ഒരു ലൈൻ എല്ലാ മെന്റലിസ്റ്റുകളും അവരുടെ വീഡിയോസിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിലാണെങ്കിലും ഒക്കെ പറയുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് എൻ ഇല്യൂഷൻ. നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ്. ആൻഡ് സൈക്കോളജിക്കൽ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്, മാജിക്കൽ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. And that's how mentalism works. Mind reading എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളുടെ കണ്ണിൽ നോക്കി അവർക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരു ചെറിയ പോയിന്റ്സ് ഉണ്ട്. സോ ഒരു ഇല്യൂഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മാജിക് ഒരു സബ്ജക്റ്റ് ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നത്. മാജിക് ഒരു പാരന്റ് കാറ്റഗറിയാണ്. അതിലൊരുപാട് ചെറിയ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ചെറിയ സബ് ടോപ്പിക്സിൽ ഒന്നാണ് മെന്റലിസം എന്ന് പറയുന്നത്. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, ക്ലോസ് അപ്പ് മാജിക്, മെന്റലിസം, ജഗലിംഗ് അല്ലെങ്കിൽ സ്ട്രീറ്റ് മാജിക്സ്, നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ അതിലൊരു കാറ്റഗറിയാണ് മെന്റലിസം. സോ മെന്റലിസം എന്ന് പറയുന്നതും മാജിക്കും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല. ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മാജിക്കിനകത്ത് വലിയ പ്രോപ്സ് യൂസ് ചെയ്യും. പക്ഷെ മെന്റലിസത്തിനകത്ത് നമ്മളുടെ പ്രോപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് ആണ്. നിങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ് നമ്മളുടെ പ്രോപ്സ്, നിങ്ങളുടെ തോട്ട്സ് ആണ് നമ്മുടെ പ്രോപ്സ് എന്ന് പറയുന്നത്. മാജിക്കിനകത്ത് ഒരുപാട് വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കോയിൻസ്, മാർക്ക്, അങ്ങനത്തെ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് മാജിക് പെർഫോം ചെയ്യുന്നത്. പക്ഷെ മെന്റലിസം അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ അടുത്ത് കിട്ടുന്ന ഒബ്ജക്ട്സ് തന്നെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മാജിക് ആൻഡ് മെന്റലിസം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്. മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്. ആൻഡ് ആ ഒരു ആർട്ട് ഫോമിനകത്ത് അതിൻ്റെതായ കുറച്ച് കാര്യമുണ്ട്. മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്. സോ മെന്റലിസം എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് കുറച്ച് ഡീറ്റെയിലിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാജിക് ഒരു വലിയൊരു സംഭവമാണ്. ഓക്കെ, മെന്റലിസത്തിനകത്ത് ഇൻക്ലൂഡ് മാജിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. മെന്റലിസത്തിനകത്ത് മാജിക്കൽ എലമെന്റ്സ് ആണ്. ഓക്കെ, മാജിക്കൽ എലമെന്റ്സ് മെന്റലിസത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ എലമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആർട്ട് ഓഫ് ഡിഡക്ഷൻ. രണ്ടിനും ബ്ലെൻഡാണ് മെന്റലിസം എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ എലമെന്റ്സും മാജിക്കൽ എലമെന്റ്സും കൂടി ഒരു ബ്ലെൻഡിൽ വരുമ്പോഴാണ് മെന്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, മെന്റലിസം പഠിക്കാൻ ഒരു മെന്റലിസം എന്ന് പറയുന്ന സബ്ജക്ട് മാത്രം അല്ല പഠിക്കേണ്ടത്. അതിനു മുമ്പ് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ തുടങ്ങണം. അതായത് മാജിക് എന്ന് പറയുന്ന ഒരു എലിമെന്റ് നമ്മൾ പഠിക്കണം. ആൻഡ് ക്ലോസ് അപ്പ് മാജിക്, സ്ട്രീറ്റ് മാജിക് അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് മാജിക്, അങ്ങനത്തെ ഒരുപാട് മാജിക് കാറ്റഗറീസ്. അതെല്ലാം അതിന്റെ കുറച്ച് പോർഷൻസ് പഠിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് മെന്റലിസം പഠിക്കാൻ പറ്റും. ആർക്കും വേണമെങ്കിലും പഠിക്കാൻ പറ്റും മെന്റലിസം, ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. പക്ഷെ കോൺസെൻട്രേഷൻ കൂടുതൽ വേണം. കാരണം അതിനകത്ത് പറയുന്ന ഓരോരോ മൈന്യൂട്ട് പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കും. പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ആർക്കും മെന്റലിസം പഠിക്കാൻ പറ്റുന്നതാണ്. സോ മിസ്കൺസെപ്ഷൻ എന്ന് പറയുമ്പം ഒരുപാട് റീസൺസ് ഉണ്ട്. ഓക്കെ, ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു മൂവി കാണാൻ പോകുമ്പോൾ, ഒരു 3D മൂവി പ്രത്യേകിച്ച് കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ 3D ക്ലാസ്സൊക്കെ വെച്ച് ഈ മൂവി സ്റ്റാർട്ട് ചെയ്യും. ഇമാജിൻ ഇഫ് ദാറ്റ്സ് എ ഹൊറർ മൂവി. നമ്മൾ കാണുന്ന 3D ഹൊറർ മൂവി ആണെങ്കിൽ അതിൽ ഈ ഓരോരോ ഹൊറർ സീൻസ് കാണിക്കുന്ന സ്ഥലത്ത് നമ്മൾ പേടിച്ച് ബാക്കോട്ടൊക്കെ നിൽക്കും.
അതിന്റെ റീസൺ എന്താണ്? കാരണം അവർ അവിടെ ഒരു ഇല്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലൈക് 3D ഗ്ലാസസ് യൂസ് ചെയ്ത് നമ്മുടെ മുമ്പിൽ ആ ഒരു ഹോറർ സീൻ നമ്മുടെ മുമ്പിൽ നടക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മെന്റലിസം നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഇല്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലോജിക്കലി ഒരാൾക്ക് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് ഇന്ന് ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, ലൈക്ക് എൻ്റെ പഴയ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ പേര് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എൻ്റെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത്, ഇതൊന്നും ഞാൻ ഇവരോട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് പ്രാക്ടീസും ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അതിന്റെ കറക്റ്റ് പ്രാക്ടീസ് കിട്ടിക്കാനേ നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാജിക്കും സൈക്കോളജിയും വലിയൊരു എലമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. സോ അതൊക്കെ വെച്ചിട്ട് ഷോമാൻഷിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം മാത്രമാണ് മെന്റലിസം. ഇറ്റ്സ് നോട്ട് സംതിങ് സൂപ്പർ നാച്ചുറൽ. സോ ഈ കാണാൻ വരുന്ന ഓഡിയൻസ് ഇമാജിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ സംഭവമാണ്, ലൈക്ക് നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇങ്ങനെ മെന്റലിസ്റ്റുകൾക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉണ്ട്. അങ്ങനൊന്നുമില്ല. ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ക്ലെയിം ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല മെന്റലിസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് എ പെർഫോമർ, ജസ്റ്റ് എൻ എന്റർടൈനർ, ഒരു ആർട്ട് ഫോം മാത്രമാണ് മെന്റലിസം എന്ന് പറയുന്നത്. അതിന്റെ രീതിയിൽ മാത്രം അതിനെ എടുക്കാൻ നോക്കാം. ഓക്കെ, ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് മെന്റലിസം ഫേക്ക് ആണ്, മാജിക് ഫേക്ക് ആണ്. ഒരിക്കലല്ല, ഇത് ഫേക്ക് അല്ല. ഒരു ആർട്ട് ഫോം ആണ് മെന്റലിസം, മാജിക് എന്നൊക്കെ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഒരാൾ ഡാൻസ് കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഡാൻസ് ഫേക്ക് ആണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റും? അതൊരു ആർട്ട് ഫോം അല്ലേ? അല്ലെങ്കിൽ ഒരു മൂവി നിങ്ങൾ കാണുമ്പോൾ ആ മൂവി ഒരു ഫേക്ക് മൂവി ആണെന്ന് എങ്ങനെയാ പറയാം? അതും ഒരു ആർട്ട് അല്ലേ? മെന്റലിസം ഒരിക്കലും ഫേക്ക് അല്ല. മെന്റലിസം ഫേക്ക് അല്ല എന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ്സ് എൻ ആർട്ട് ഫോം അല്ലെ? അതിനകത്ത് ഫേക്കോ അല്ലെങ്കിൽ റിയാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളല്ല. അത് ജസ്റ്റ് ഒരു ആർട്ട് ഫോം ആണ്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് മെന്റലിസം. ഫേക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഓഡിയൻസ് വന്നിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നമുക്ക് സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ്. സോ ആ ഒരു ടേം വെച്ചിട്ടാണ് അവർ പറയുന്നത് മെന്റലിസം അല്ലെങ്കിൽ മാജിക് ഫേക്ക് ആണെന്നുള്ള കാര്യം. അത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റേജിൽ വെച്ച് പറയുന്നത് നമുക്ക് സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് ദ പ്യുവർ ഫോം ഓഫ് ആർട്ട് എന്ന് നമ്മൾ ക്ലിയർ ആയി പറയുന്നുണ്ട്. ലൈക്ക് സ്റ്റേജിൽ എല്ലാ ഷോസിലും ഞാൻ പേഴ്സണലി ഞാൻ പറയാറുണ്ട്, എൻ്റെ ഷോസിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിൽ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഇല്ല, മാജിക്കൽ എലമെന്റ്സും സൈക്കോളജിക്കൽ എലമെന്റ്സും വെച്ച് ചെയ്യുന്ന ഒരു പ്യുവർ ഫോം ഓഫ് ആർട്ടാണ് ക്ലിയർ ആയി പറയാറുണ്ട്. സോ ദാറ്റ് ആൾക്കാർക്ക് ഈ ഒരു മിസ്കൺസെപ്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ലൈക്ക് മെന്റലിസം ഫേക്ക് ആണോ അല്ലെങ്കിൽ മാജിക് ഫേക്ക് ആണോ എന്നത്? ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അതിനായി ഒരു രീതിയിൽ എടുക്കാൻ ട്രൈ ചെയ്യണം. ഓക്കെ, ലൈക്ക് ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ എടുക്കാൻ ട്രൈ ചെയ്യണം. ഓക്കെ, സോ that's it for today and thank you so much for watching this video. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ മെന്റലിസ്റ്റ് അശ്വത് സജിത് സൈനിങ്.